അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപയുടെ യുഗതിയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചും കുറേ വചനങ്ങൾ കഴിഞ്ഞ ആഴ്ച കേട്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ മുൻകൂട്ടി അറിയാമെന്ന് നമ്മൾ ഒരു വചനം വായിക്കുകയും ചെയ്തായിരുന്നു അല്ലേ? എന്ത് ചെയ്യണമെന്ന് യേശുവിന് മുൻകൂട്ടി അറിയാമായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ യോഹന്നാൻ 6:6 വായിച്ചിട്ട് പറഞ്ഞത്, ഈ നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞ് നടക്കുമെന്ന് തോന്നില്ല, ഇത് വിജനപ്രദേശമാണ്, സദ്യയാകാൻ പോണ്, ജനങ്ങളെ പറഞ്ഞു വിടുകയായിരിക്കും നല്ലത്, ഇത്രയും ആൾക്കാർ ഇവിടെ ഭക്ഷണം കിട്ടാനൊക്കെ ചോദിക്കും. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് സംസാരിച്ചപ്പോൾ ഈശോ ഇവരെ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു നിങ്ങളതിനെ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെവിടെ കൊടുക്കാനാ? ഇവരങ്ങോട്ട് വേണ്ടി ചോദിക്കുന്നുണ്ട്, നമ്മളെവിടെ കൊടുക്കാനാ? എന്തുമാത്രം പൈസ വേണ്ടി വരും എന്നൊക്കെ ഇവരൊക്കെ ചുമ്മാ മാനസികമായിട്ട് കുറേ ആലോചന നടത്തുകയാണ്. ചിലരുടെ ജീവിതത്തിൽ ഈ മാനസിക ആലോചന മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ആ മാനസിക ആലോചന കൊണ്ട് അവർ പോകും. എനിക്ക് ഇപ്പം ഞാൻ അച്ഛനായിട്ട് 40 കൊല്ലമായി.
ഇന്ന് വരെ എനിക്ക് മനസ്സിലാക്കണത് എന്താ വെച്ചാൽ ഈ മനുഷ്യന്മാർ പകുതി മുക്കാൽ ഇൻക്ലൂഡിങ് പ്രീസ്റ്റ് പകുതി മുക്കാലും മനുഷ്യർ ഒരു 90% മനുഷ്യർ മാനുഷികമായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്. അവിടെ ദൈവത്തിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടോ? ദൈവം അതിൻ്റെ സന്ദേശം നമുക്ക് കൈമാറുമോ? ഒന്നുമില്ലെങ്കിൽ നമ്മളത് വെയിറ്റ് ചെയ്യുകയും ചെയ്യണം. നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിക്കാത്ത ഒരു അപകടകാരികളുണ്ട്. വീട്ടിൽ എപ്പോഴും പ്രാർത്ഥിക്കാത്തവരുടെ ഒരു കാര്യത്തിലും അവർ പറയുന്ന വിഷയത്തിൽ നിങ്ങൾ തലവെച്ച് കൊടുക്കരുത്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല, അവരുടെ ജഡമാണ് സംസാരിക്കുന്നത്. അതിൻ്റെ അകത്ത് മുഴുവനും കുത്തിത്തിരിപ്പും കുഞ്ഞായ്മയും ചതിപ്രയോഗങ്ങളും നമ്മൾ ഒളിച്ചിരിപ്പുണ്ടായ സംഭവത്തിൽ. പ്രാർത്ഥിക്കാത്തവന് സുഖമില്ല, അവന് ദൈവത്തെ വിശ്വസിക്കാത്തവന് പിന്നെ എന്താ? പിന്നെ വലിയ മാനവികതയൊക്കെ പറഞ്ഞാലും അവന് ഇഷ്ടമുള്ള ചെയ്യാമല്ലോ. ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തെയും ഭയപ്പെടാത്തവന് നമ്മൾ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടാത്തവരെയും ഇപ്പം ചില വചനമില്ലേ, ഞാൻ മനുഷ്യനെ മാനിക്കുന്നില്ല, ദൈവത്തെ ഭയപ്പെടുന്നില്ല എന്ന്. അതിനടുത്ത് ലൂക്ക 18:4 കുറേ നാളത്തെ സാധു വിധവ വന്ന് ഈ മനുഷ്യരൊക്കെ നീതി നടത്താൻ വേണ്ടി കേണപേക്ഷിക്കുന്ന രംഗമാണ്. കുറെ നാളത്തേക്ക് അവനിത് ഗൗനിച്ചില്ല. അയാളെ ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ പുള്ളിക്ക് ബൾബ് കത്തി. ഞാൻ ദൈവത്തെ ഉണ്ട്, അതാണ് ദൈവത്തെ ഭയപ്പെടുന്നില്ല, മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് അയാൾക്ക് ഫിസിക്കൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നതാണ് വിഷയം. ശല്യപ്പെടുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി. അല്ലെങ്കിൽ അവൾ ഇവിടുന്ന് വിട്ടു പോകത്തില്ല, അതാണ് വിഷയം. എന്നെ അസഹ്യപ്പെടുത്തും. അപ്പൊ ഈ ദൈവം ഇല്ലാത്തവന്റെ അവസ്ഥ അതാണ്, മൈൻഡ് സെറ്റ് അതാണ്. ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല, മനുഷ്യനെ മാനിക്കുന്നില്ല. ദൈവത്തെ ഭയപ്പെട്ടില്ല, പിന്നെ മനുഷ്യനെ മാനിക്കേണ്ട കാര്യം എന്താ അതിൻ്റെ ഗ്രൗണ്ട് എന്താ? ദൈവത്തെ ഭയപ്പെടുന്നില്ലെങ്കിൽ വൈ ഷുഡ് വി ഫിയർ മാൻ? അത് ഗ്രൗണ്ടില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഒരു മാനുഷികമായ കാഴ്ചപ്പാടെന്ന് പറയും. മാനുഷികം എന്ന് പറഞ്ഞാൽ എന്താ? കാലകാലങ്ങളായിട്ട് മതത്തിൻ്റെ ചൈതന്യങ്ങളാലും മനുഷ്യത്വത്തിന് മതം കാഴ്ചവെച്ചിട്ടുള്ള മനുഷ്യത്വത്താൽ പരിപക്വമായിട്ടുള്ള മനസ്സാക്ഷി എന്നാണ് ഈ നിരീശ്വരവാദികൾക്ക് പോലും മനുഷ്യന്മാരോട് ഒരു അഫിനിറ്റി തോന്നണത്. അത് സഞ്ചിതാവബോധത്തിൽ നിന്ന് ജനിതകമായി കൈമാറിയിട്ടുള്ള സഞ്ചിതാവബോധത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അതും ദൈവവിശ്വാസികളുടെ സംഭാവനയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ദൈവത്തെ ഭയപ്പെടുന്നില്ലെങ്കിൽ പിന്നെ മനുഷ്യനെ മാനിക്കേണ്ട കാര്യമില്ല. അപ്പം പക്ഷേ ഇങ്ങനെയുള്ള വിഷയമുള്ള ആൾക്കാർ, ദൈവത്തെ ഭയപ്പെടാത്ത മനുഷ്യനെ മാനിക്കാത്ത ഒരാൾ, നിങ്ങളുടെ മക്കൾ അങ്ങനെ ഒരാളായിട്ട് വളർന്നു വന്നാൽ നിങ്ങൾക്ക് അത് മതി ലോകം എപ്പോഴും സങ്കടപ്പെടാൻ. എന്താ കാര്യം? നിങ്ങൾ പഠിപ്പിക്കേണ്ട കാലത്ത് പഠിപ്പിച്ചില്ല. നിങ്ങൾ ഓർക്കണം 8ാം ക്ലാസ് കഴിയുമ്പോൾ പിന്നെ വേദപാഠം തീർന്നില്ല എന്നാണ്. അങ്ങനെയല്ല, 10ാം ക്ലാസ്സും 13ാം ക്ലാസ്സും എല്ലാം കഴിഞ്ഞാലും ദൈവത്തെ പഠിക്കണതിന്. ഇപ്പം ഞാൻ ഈ 40 കൊല്ലം അച്ഛനെന്ന് പറഞ്ഞില്ലേ, വീട്ടിൽ നല്ല വിശ്വാസവും പ്രാർത്ഥനയൊക്കെ ഉള്ള വീടാണ്. അപ്പം ചെറിയ വീടാണെങ്കിലും ഈ പറഞ്ഞ ദൈവമുണ്ട് അവിടെ. കാര്യം ഞങ്ങൾ അച്ഛനും 2 പേര് ശുശ്രൂഷകരുടെ വീട്ടിൽ നിന്ന് വന്ന്, ഞാനും എൻ്റെ ചേച്ചി കന്യാശ്രീ. അപ്പം എന്നാ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഭവനത്തിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ദൈവ തിരുസന്നിധിയിൽ നിന്ന് ഇപ്പം 40 കൊല്ലം കൂടി പൗരോഹിത്യ ജീവിതം കഴിഞ്ഞപ്പോഴും ഇപ്പോഴും ഞാൻ പറയും ദൈവത്തിനെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അറിയാനിരിക്കണമെന്ന്. പിന്നെ എങ്ങനെ നിങ്ങൾ പറഞ്ഞ കാറ്റഗിസം 10ാം ക്ലാസ് വെച്ച് അവസാനിപ്പിക്കണത്? യു ഡോണ്ട് നീഡ് ഗോഡ്. അതല്ലേ പ്രശ്നം. നിങ്ങൾക്ക് ദൈവത്തെ ആവശ്യമില്ല. നിങ്ങളുടെ പല പരിപാടി ജഡികമായ കാര്യങ്ങൾക്ക് ദൈവത്തിനെ കൊണ്ട് നടന്നാൽ ശരിയാകാത്തത് മനസ്സിലാകുമ്പോഴാണ് ചില ആൾക്കാർ പിള്ളേരെ പോലും വേദപാഠത്തിൽ പിടിയത്തില്ല. ഏറ്റവും വലിയ ക്രൈമാണ്. ഇപ്പം തൂഫാനൊക്കെ നാട് ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം മുന്നോട്ട് ഭംഗിയായിട്ട് പോകുന്നുണ്ട്, അതിന് ജനത്തിൻ്റെ സപ്പോർട്ടുണ്ട്. പക്ഷേ ഇനി നിങ്ങൾ പിന്നോട്ട് പോകരുത്. എന്താ കാര്യത്തിൽ കഴിഞ്ഞാൽ ജനം അത് ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്താ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ നമ്മൾ ഇത് അണ്ടേക്കൊണ്ട് വളം വെക്കണ പരിപാടിയാണ്. മാതാപിതാക്കന്മാരെ കുഞ്ഞുങ്ങളെ ചൊട്ടക്ക് തന്നെ വളം വെക്കണം. അവരുടെ മാതാപിതാക്കന്മാരുടെ കയ്യിലാണ് കുഞ്ഞുങ്ങളിരിക്കുന്നത്. നിങ്ങളല്ലേ ആരെയും കെട്ടി വളർത്തുന്നത്. 3 ദിവസം 3 വയസ്സാകുമ്പോഴല്ലേ പള്ളി കൊണ്ടുവരണത്. ഉച്ചക്ക് വരപ്പിക്കണത് 4 വയസ്സിലല്ലേ.
അതുവരെയും നിങ്ങളുടെ കൂടെയാണ് കുഞ്ഞുങ്ങളുള്ളത്. അതിന് ശേഷവും നിങ്ങളുടെ കൂടെ തന്നെ കുഞ്ഞുങ്ങളുള്ളത്. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന പ്രായത്തിൽ കർത്താവിൻ്റെ ചൈതന്യം അവർക്ക് കൊടുക്കുക. നമുക്ക് ബാധ്യസ്ഥരാണ്. വിവാഹത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ പുണ്യപൂർണ്ണമായി വളർത്താമെന്നും മാതാപിതാക്കന്മാർ തമ്മിൽ മരണം വരെ വേർപിരിയാതിരിക്കാമെന്നും നിങ്ങൾ പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് സഭ നിങ്ങളെ കൂതാശയിച്ച് വിവാഹിതരാക്കിയെന്ന് ഓർക്കണം. ആ ഉത്തരവാദിത്തം എടുത്തില്ലെങ്കിൽ ആ വിവാഹത്തിൻ്റെ കൃപ പോകും. അതുകൊണ്ട് വളരെ ചൈതന്യത്തോടു കൂടി കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാനും ദൈവത്തിന് നിരക്കുന്ന ദൈവിക ആത്മാവിനെ വിവേചിക്കാൻ മനസ്സിലാകുന്ന എത്ര വയസ്സായാലും പിന്നെയും കർത്താവിനെക്കുറിച്ചുള്ള അറിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് വേദപാഠം നിർത്തരുത്. ഞാൻ ഇത്രയും പ്രായത്തിലും വേദപാഠം നിർത്തിയിട്ടില്ല. എപ്പോഴും കർത്താവിനോട് ചോദിച്ചും ആലോചിച്ചും വചനം വായിച്ചും പഠിച്ചിട്ടുണ്ടിരിക്കുക. പഠിച്ചാലും എത്ര ജന്മം കിട്ടിയാലും തീരത്തില്ല. അത്രയും വലിയ സബ്ജക്റ്റാണ് വേദപാഠം. എൻ്റെ പേര് ജോജേഷ്. ആദ്യമായി ഞാൻ അമ്മമാതാവിനും എൻ്റെ ഉണ്ണീശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. ഞങ്ങൾ വരുന്നത് കുമ്പളങ്ങി, എറണാകുളം ജില്ല, പഴങ്ങാട് ഇടവകയിൽ നിന്നാണ്. ഇതെൻ്റെ ഭാര്യ റോഷ്നി, എൻ്റെ കുട്ടി അക്സ്വിൻ. ഞങ്ങൾക്ക് ഏകദേശം 1 വർഷം മുമ്പ് ഒരു ജൂൺ 15-ാം തീയതിയോടുകൂടി കുട്ടിക്ക് ചെറിയൊരു പനി തുടങ്ങി. ആ പനി ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ മതി, അത് മാറിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു 15 ദിവസത്തോളം ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടും പനി മാറുന്നില്ല. ഞങ്ങളങ്ങനെ കുട്ടിക്ക് തീരെ അവശതയായി. കുട്ടി രോഗം കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ആ അവസ്ഥയിൽ ഞങ്ങൾ അടുത്തുള്ള ഒരു മുണ്ടമ്പയിൽ തന്നെയുള്ള ജിഷി ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ കുട്ടിയെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. അവിടെ 2 ദിവസം കഴിഞ്ഞിട്ട് അവിടുത്തെ ഡോക്ടർ എന്നോട് വന്ന് പറഞ്ഞു, നമുക്ക് കുട്ടിയുടെ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യണം, പനി മാറുന്നില്ലല്ലോ, അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി അവിടുത്തെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ, ഈ നിൽക്കുന്ന കുട്ടിക്ക്, എൻ്റെ മോന് ബ്ലഡിൽ ക്യാൻസറാണ് എന്നുള്ളതാണ് ആ ഡോക്ടർ പറഞ്ഞത്. ഞങ്ങളന്ന് ഞാനും എൻ്റെ ഭാര്യയും കൂടി അന്ന് ഞങ്ങൾ റൂമിലായിരുന്നു. ഞങ്ങൾ സെപ്പറേറ്റ് ഞങ്ങൾ റൂം എടുത്തിരിക്കുകയായിരുന്നു. അന്ന് ഞങ്ങൾ 2 പേരും ഈ കാര്യം പറഞ്ഞു, കുറേ കരഞ്ഞതിന് ശേഷം ഞങ്ങൾ പറഞ്ഞു നമുക്ക് ചത്ത് കളഞ്ഞാലോ എന്ന് വരെ ആലോചിച്ചു ഞങ്ങൾ 2 പേരും കൂടി. കാരണം 1.5 വയസ്സുള്ള, ഇപ്പം എൻ്റെ മകന് 3 വയസ്സാണ്, 1.5 വയസ്സുള്ളപ്പോഴേക്കാണ് ഞങ്ങൾക്ക് ഈ കുട്ടിക്ക് രോഗം അറിയുന്നത്. അപ്പോൾ 1.5 വയസ്സുള്ള ഈ കുട്ടിയെയും കൊണ്ട് ഞങ്ങൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ എൻ്റെ അപ്പച്ചനുണ്ടായിരുന്നു. അപ്പച്ചനോടും ഈ കാര്യം ഡോക്ടർ തന്നെ സംസാരിച്ചു. അന്ന് അപ്പച്ചനും അമ്മച്ചിയും കൂടി ഉടമ്പടി എടുത്തു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നേരെ ഞങ്ങൾ ജിഷി ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ പോകുന്നത് അമൃത ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ ചെന്ന് അവിടുത്തെ ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ പറഞ്ഞു നമുക്ക് ശരിയാക്കാം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഞാനപ്പോൾ എൻ്റെ കൂട്ടുകാരി, ഞങ്ങളുടെ പള്ളിയിലെ കൂട്ടുകാരന്മാരോട് ഞാൻ പറഞ്ഞു, ഇന്നപോലെ കുട്ടിക്ക് ഇതാണ് അവസ്ഥ, അപ്പോൾ പ്രാർത്ഥനാ സഹായം എല്ലാവരോടും അഭ്യർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞൊരു 10 മിനിറ്റിന് ശേഷം ഞാൻ അറിയുന്നത്, എന്നെ വിളിക്കുന്നത് പുറത്തുനിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കൂട്ടുകാരൊക്കെ എന്നെ വിളിക്കാൻ തുടങ്ങി. കുട്ടിക്ക് ഇതാണെന്ന് അറിഞ്ഞല്ലോ, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ കുറേ സഹായങ്ങൾ അവരും ചെയ്തു. പ്രാർത്ഥന സഹായം എല്ലാ സംഘടനകളും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഏകദേശം ഒരു നവംബർ മാസം വരെയും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കീമോയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കീമോ നടന്നതിന് ശേഷം ബ്ലഡിലുണ്ടായിരുന്ന ക്യാൻസർ മുഴുവൻ മാറി എന്നുള്ള ഡോക്ടർ പറഞ്ഞു. അത് നെഗറ്റീവായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആശ്വാസമൊക്കെ ആയി. കാരണം ഞങ്ങളെക്കാളും കൂടുതൽ പൈസ ചിലവുള്ളതും എന്നാൽ കിട്ടാൻ ചാൻസ് ഇല്ലാത്തതുമായ കുറേയധികം കുട്ടികൾ, അതായത് 3 മാസമുള്ള കുട്ടി വരെയും അവിടെ ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആശ്വാസം, കാരണം ഞങ്ങൾക്ക് ചെറുതാണല്ലോ തന്നത് എന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതിൽ നിന്ന് ഞങ്ങൾ റിക്കവറായി എന്നുള്ളൊരു ചിന്താഗതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കുട്ടിക്ക് ഇടയ്ക്ക് LP, അതായത് നമ്മളുടെ എല്ലാ മരുന്നുകളും തലച്ചോറിലും നട്ടലിൻ്റെ അകത്തേക്കൊന്നും കയറത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് LP എന്ന് പറഞ്ഞാൽ, അതായത് ഇഞ്ചക്ഷൻ എടുക്കുകയും ചെയ്യും. അതായത് നട്ടലിലെ വെള്ളം എടുത്ത് അത് ടെസ്റ്റിന് വിടും. അതുകൂടാതെ മരുന്ന് അതിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു പരിപാടി, അതിനെ LP എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചെയ്ത്
അപ്പോൾ ആദ്യത്തെ അതങ്ങനെ കുറച്ച് ദിവസം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു പ്രാവശ്യം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, LP ചെയ്തപ്പോഴേക്കും അതിലെന്തോ ഒന്ന് കണ്ടിട്ടുണ്ട്, നമുക്ക് അടുത്ത LP വരുമ്പോൾ ഒന്ന് നോക്കാട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ. അങ്ങനെ രണ്ടാമത്തെ LP വന്നു. ആ LPയിൽ അവർ പറഞ്ഞു അത് ക്യാൻസറിൻ്റെ സെല്ലുകളാണ്, അത് ബ്ലഡിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴേക്കും തലച്ചോറിൻ്റെ ഭാഗത്തേക്കാണ് വ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനത് ചോദിച്ചു ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു. പറഞ്ഞു അത് ചിലപ്പോൾ മരുന്നുകളെല്ലാം അതിലേക്ക് ആകൂല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് വന്നേക്കണമായിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് മരുന്ന് കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ പറയുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ പ്രോട്ടോക്കോളൊക്കെ എല്ലാം മാറി മരുന്ന് കൂടുതലുള്ള ഡോസ് കൂടിയ മരുന്നുകൾ കയറ്റാവുന്ന രീതിയായി. അങ്ങനെ വന്ന് അത് മൂന്നാമത്തെ പ്രാവശ്യം അപ്പോൾ ഈ മരുന്നുകൾ കൊടുക്കുന്നതിന് കൂട്ടത്തിൽ അടുത്ത മൂന്നാമത്തെ LP വന്നു കഴിഞ്ഞപ്പോഴേക്കും 80 എണ്ണം ഉണ്ടായിരുന്ന സ്ഥലത്ത് അത് നമ്മൾ മരുന്ന് കൂടുതൽ കൊടുത്തിട്ട് പോലും അത് 160 മേലേക്ക് കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ഞങ്ങളെ വിളിപ്പിച്ചു. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു ഇന്നപോലെ കുട്ടിയുടെ ഈ സെല്ലുകൾ മരുന്നുമായിട്ട് പ്രതികരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് മരുന്ന് കൊടുക്കാം, അതായത് വേദന ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് മരുന്ന് കൊടുക്കാം. ഏകദേശം ഒരു 1.5 മാസം അല്ലെങ്കിൽ 2 മാസം, അതിനപ്പുറത്തേക്ക് കുട്ടി ഉണ്ടാകില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളോട് ഇതെല്ലാം പറഞ്ഞു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇന്നപോലെ ഇതിനു മുമ്പ് കുട്ടിയുടെ കാഴ്ച നഷ്ടപ്പെടാം, പിന്നെ കൊച്ചിൻ്റെ ശരീരം കയ്യും കാലൊക്കെ തളർന്നു പോകും, ഇതൊക്കെ അതൊക്കെ എല്ലാം അഭിമുഖീകരിക്കണം എന്നുള്ള ഒരു ക്ലാസ് പോലെ ഞങ്ങൾക്ക് തന്നു. അന്ന് ഞാനും എൻ്റെ അപ്പച്ചനും അവിടെ ഡോക്ടറിൻ്റെ ക്യാബിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ കരഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു ഡോക്ടർ ഞാനൊരു സ്ഥലത്ത് പോയിട്ട് വരാം, എന്നിട്ട് നമുക്ക് വീണ്ടും ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആയിരിക്കും ഉദ്ദേശിച്ചേക്കണം. അപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു എവിടെയാണ് പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കൃപാസനം എന്നും പറഞ്ഞ ആലപ്പുഴയിലൊരു ധ്യാന കേന്ദ്രമുണ്ട്, ഞാൻ അവിടെ വന്ന് പോയിട്ട് വരാം, എന്നിട്ട് നമുക്ക് അടുത്ത ടെസ്റ്റ് നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് പറഞ്ഞത് നവംബർ 20-ാം തീയതിയാണ്, 2023 നവംബർ 20-ാം തീയതി ഇത് പറഞ്ഞു. 21-ാം തീയതി ഞാൻ അന്ന് രാത്രി തന്നെ എൻ്റെ ആൻറ്റിയുടെ, അതായത് അമ്മച്ചിയുടെ അനിയത്തിയുടെ മകനെ വിളിച്ച് വണ്ടി അറേഞ്ച് ചെയ്തു. ഇയാളെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് രാവിലെ ഏകദേശം ഒരു 5 മണിക്ക് മുമ്പ് അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഇവൻ 1.5 വയസ്സായത് കാരണം ഇപ്പോൾ കൊച്ചപ്പിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കഴിക്കലും കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരും. അപ്പോൾ അത് കാരണം ഞാൻ എൻ്റെ ചേച്ചിയെ വിളിച്ചു. എന്നാൽ ചേച്ചിയുടെ അടുക്കലൊന്നും ഇവൻ നിൽക്കാത്തതാണ്. പക്ഷേ ഇയാൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി പോകുന്ന അന്നത്തെ ദിവസം എൻ്റെ ഈ മകനെന്ന് പറഞ്ഞ ആൾ കരഞ്ഞിട്ടില്ല. അതേസമയം ഇയാളൊന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ പോലും കൊച്ചു കരയുന്ന കുട്ടി അന്നൊരു ദിവസം ഇയാൾ തിരിച്ചു വരുന്നവരെയും കരഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഉടമ്പടിയൊക്കെ എല്ലാം എടുത്തു. അപ്പോൾ ഞങ്ങളെ ഡോക്ടർ പറഞ്ഞു ഇന്നപോലെ കൊച്ചിൻ്റെ കൗണ്ട് കീമോ കൂടുതൽ മരുന്ന് കയറിയേക്കുന്നത് കൊണ്ട് കൊച്ചിൻ്റെ കൗണ്ട് കൂടാണ്ട് നിങ്ങൾക്ക് ഡിസ്ചാർജ് തരൂല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്കൊരു 2 ആഴ്ചത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് പോരുന്നത്. അപ്പോൾ വീട്ടിൽ വന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ഇവിടെ എത്തി, കൃപാസനത്തിലെത്തി. അപ്പോൾ എനിക്ക് അച്ഛനെ കാണണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടിയാണ് ഞാൻ വന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഞാൻ രാവിലത്തെ കുർബാന കഴിഞ്ഞ് ഞാൻ നിൽക്കുമ്പോൾ അവിടെ നോക്കുമ്പോഴേക്കും വലിയ ക്യൂ ആണ്. ഞങ്ങൾക്ക് ശരിക്കും ഒന്ന് ടോക്കൺ കിട്ടാനാണെങ്കിൽ എങ്ങനെയായാലും ഒരു 100-400 ആളിൻ്റെ കഴിയാണ്ട് കിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പോഴേക്കും കുമ്പളങ്ങി തന്നെ ഞങ്ങളുടെ ഇടവകയിലുള്ള ഒരു ചേച്ചി ഇവിടെ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നുണ്ട്. ജിൻസി എന്നാണ് ചേച്ചിയുടെ പേര്. ആ ചേച്ചീനെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചിനോട് പറഞ്ഞു ഇന്ന പോലെയാണ് കാര്യം, അപ്പോൾ അച്ഛനെ കാണാനായിട്ടൊരു ടോക്കൺ കിട്ടിയാൽ കൊള്ളാറുണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ചേച്ചി പറഞ്ഞാൽ എന്താണ് ഞാനിപ്പോൾ തന്നെ മേടിച്ചാലല്ലോ എന്നും പറഞ്ഞ് പോയി. എന്തോ ദൈവഭാഗ്യം കൊണ്ട്, ദൈവത്തിൻ്റെ സഹായം കൊണ്ട് എനിക്ക് 2ാമത്തെ ടോക്കണാണ് കിട്ടിയത്. അങ്ങനെ അച്ഛൻ വന്നു ഇവിടെ ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് എൻ്റെ കൊച്ചിനെ ബ്ലെസ് ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തൊട്ട് അകത്തെന്തോ രോഗം മാറി എന്നുള്ളൊരു വിശ്വാസം. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ ഇടയ്ക്ക് വിസിറ്റിങ്ങിന്, അതായത് കൊച്ചിന് കീമോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ ഡോക്ടറിനെ കാണും. അപ്പോൾ ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യണ്ടേ, ഹെൽപ്പ് ചെയ്യണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും ആകട്ടെ സമയമായിട്ടില്ല, ഒന്ന് മരുന്നിൻ്റെ പവറൊക്കെ ഒന്ന് തീരുന്നിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങനെ നീണ്ടു പോകുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ചെയ്ത് ഞങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞു നമുക്ക് ഹെൽപ്പ് ചെയ്യാം, കൊച്ചിനിപ്പോൾ കൗണ്ടൊക്കെ എല്ലാം നോർമലാണ്, അപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു.
അങ്ങനെ ഡിസംബർ 23 LP ചെയ്തു. അപ്പോൾ ഞാനപ്പോൾ തലേദിവസം ഡോക്ടറിനെ കണ്ടുകഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒന്ന് വിളിച്ച് പറയണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് വീട്ടിലാണ്. അവിടെ നിന്നാണ് ചെന്നിരിക്കുന്നത്. LP ചെയ്ത് 23 LP ചെയ്തു. വൈകുന്നേരം ഒരു 4 മണിയായപ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ക്രിസ്മസൊക്കെ അടിച്ച് പൊളിച്ചിട്ട് വന്നാൽ മതി, കൊച്ചിൻ്റെ ശരീരത്തിൽ ഒറ്റൊരു സെല്ല് പോലും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതിന് ഞങ്ങൾ അപ്പോൾ ഒരു സെല്ല് പോലും ഇല്ല എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞ് ഞങ്ങൾ സന്തോഷിച്ച് ക്രിസ്മസൊക്കെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നീട് തിരിച്ചവിടെ ചെല്ലുമ്പോൾ അവിടെ അമൃത ഹോസ്പിറ്റലിലെ സ്റ്റാഫ് എല്ലാവരും തന്നെ ഞങ്ങളുടെ അടുക്കേ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കൃപാസനത്തിൽ പോയല്ലേ, നിങ്ങൾക്ക് മാതാവാണല്ലേ മാറ്റി തന്നത്. അതായത് ഞങ്ങളെ നോക്കുന്ന ഡോക്ടർ പോലും, അതായത് ഡോക്ടർ ബ്രാഹ്മണരാണ്. അപ്പോൾ ആ ഡോക്ടർ വേറൊരു ഡോക്ടറിനോട് പറഞ്ഞിട്ട്, പുള്ളിക്കാരത്തിയാണ് ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ കൃപാസനത്തിൽ പോയപ്പോഴല്ലേ നിങ്ങളുടെ രോഗം മാറിയത്, അപ്പോൾ അത് കാരണം നമുക്ക് ഇനി ബാക്കിയുള്ള ചെക്കപ്പൊന്നും വേണ്ട, ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പെറ്റ് സ്കാൻ എന്നും പറഞ്ഞൊരു സ്കാൻ ചെയ്യാറുണ്ട്, ഇത് ഇനി ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇത് മരുന്നുകൊണ്ടല്ല ഞങ്ങളുടെ കുഞ്ഞിൻ്റെ രോഗം മാറിയത്, അത് അവർ വിശ്വസിക്കുന്ന അവരുടെ മാതാവ് അവർക്ക് മാറ്റിക്കൊടുത്തതാണ്, അതുകൊണ്ട് ഇവനിഞ്ഞ് വേറെ ചെക്കപ്പൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഇപ്പോൾ ഏകദേശം ഞങ്ങൾക്ക് 3 മാസം കൂടുമ്പോൾ പോയാൽ മതി, 2.5 വർഷത്തെ ട്രീറ്റ്മെൻറ്റോട് ബാക്കിയുണ്ട്. അതിൽ ഇപ്പോൾ കുറഞ്ഞ ഒരു 5 LP എങ്കിലും ഇതിന് ശേഷം കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെയും എല്ലാം നെഗറ്റീവ് എന്നല്ലാതെ ഒരു സെല്ല് പോലും അവൻ്റെ ശരീരത്തിൽ കാണിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ ഈ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയാനായിട്ട് ഞങ്ങളൊന്നും തന്നെ അങ്ങനെ ചെയ്തിട്ടില്ല. ഞങ്ങൾ നേരത്തെയൊക്കെ എല്ലാം ഒരു ജന്മദിനമോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിളിച്ചു കൂട്ടി ആഘോഷമായിട്ട് കൂടുന്ന പരിപാടി, ഞങ്ങളിപ്പോൾ ആ പരിപാടിയൊക്കെ നിർത്തി. ഞങ്ങളിപ്പോൾ അനാഥാലയത്തിൽ അവിടുത്തെ കുട്ടികളോട് കൂടിയാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ കൂടെ കഴിയുന്ന ആൾക്കാർക്ക് ഞങ്ങൾ ഇവിടുത്തെ പത്രവും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലും പത്രമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറയാനായിട്ട് ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ വന്നു, സാക്ഷ്യത്തിൻ്റെ പേപ്പർ ഇവിടെ സിസ്റ്ററിൻ്റെ കൊടുത്തിട്ട് പോകാം എന്നും പറഞ്ഞാണ് ഞങ്ങൾ വന്നത്. കാരണം എനിക്ക് 10 പേരുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനോ പേടിയാണ്, എൻ്റെ കയ്യും കാലും വിറക്കും, ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈഫിനെ കൊണ്ട് പറയിപ്പിക്കാമെന്നുള്ള രീതിയായിരുന്നു. പക്ഷേ അയാളും കൈയൊഴിഞ്ഞു. അപ്പോൾ ഞാനവിടെ മാറി നിന്ന് ഇവർ സംസാരിക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് ഞാനവിടെ നിൽക്കുകയായിരുന്നു. എന്തോ ദൈവത്തിൻ്റെ വിധി ഇതായിരിക്കാം, എന്നെ കൊണ്ട് പറയിപ്പിക്കണമെന്നായിരിക്കാം. അതുകൊണ്ട് ഞാൻ എന്താണ് ഇയാൾ പറയണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സിസ്റ്ററിൻ്റെ അടുത്ത് വന്നതാണ്. പക്ഷേ ലാസ്റ്റ് അത് കറങ്ങി തിരിഞ്ഞ് ഞാൻ തന്നെ പറയേണ്ട ഒരു വിധിയാണ് എനിക്കിപ്പോൾ കിട്ടിയത്.